ഓക്കെ ഗൈസ്, സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഐ എം യൂസിങ് 4B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. അവിടെ ഇവിടെ നിന്നാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. ലൈറ്റ് ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയയിലാണ് ലൈറ്റ് അടിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലായിരിക്കും നമ്മൾ ഷെയ്ഡിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടത്. സോ നമ്മളെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു പോർഷൻ കേട്ടോ. മുകളിലേക്ക് പോകുന്തോറും ഞാൻ ഒന്നിത്തിരി ലൈറ്ററാക്കി കൊടുക്കുകയാണ്. ഒരു ലെയർ ഓഫ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷെയ്ഡിങ് ഞാൻ കൊടുത്തു. അതായത് ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡിലുള്ള ഷെയ്ഡിങ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ കുറച്ച് ഇറക്കുകയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മിഡ് ഏരിയയിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ ഷെയ്ഡിങ് കൂടുതൽ കൊടുത്തു തുടങ്ങുകയാണ്. മിഡ് ഏരിയയിൽ നിന്ന് താഴെ വരാം കേട്ടോ. അപ്പം ഞാൻ ഈ അറ്റമൊക്കെ ഒന്ന് കൊടുക്കുക. ആ ഷെയ്ഡിങ് കഴിയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇത് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഇനി ഏറ്റവും ലാസ്റ്റത്തെയാണ്. ഏറ്റവും ലാസ്റ്റത്തെ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്കർ ഷെയ്ഡിങ് ആയിരിക്കും. അത് ഞാൻ കോർണേഴ്സിലും ടുവേർഡ്സ് ദി എൻഡിൽ മാത്രം കൊടുക്കുക. ഇനി അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു ഷെയ്ഡ് കുറവ്, ഷെയ്ഡ് കൂടുതലായിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ കുറച്ച് ലൈറ്ററാണ്, മുകളിൽ ഏറ്റവും മുകളിൽ കുറച്ച് ലൈറ്ററാണ്. അതിന്ന് ഡാർക്കറിലേക്ക് കയറി വന്ന് ഏറ്റവും താഴത്തെ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് കൂടും. ഇതിനെന്താ ഔട്ട്ലൈനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇട്ടിട്ട് കൊടുക്കുക. ഇവിടെ കുറച്ചൊരു എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതൊന്ന് ഞാൻ റബ്ബ് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ടിഷ്യോ വല്ല ക്ലോത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി ഇതിങ്ങനെയൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈവൻ നിങ്ങൾക്ക് ഹാൻഡ് കൊണ്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഹാൻഡ് കൊണ്ട് ചെയ്ത് കയ്യിൽ ഇത്തിരി വൃത്തിയുണ്ട് കണ്ടോ. ഇങ്ങനെ ഷെയ്ഡിങ് വന്നു. ഇനി ലൈറ്റ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്തും കൂടെ ഷെയ്ഡിങ് വേണ്ടാത്തൊരു ഏരിയ വരും, കാരണം അവിടെയും കൊണ്ട് ലൈറ്റ് തട്ടുമല്ലോ. ബാക്കിയുള്ള അവിടെ ഷെയ്ഡിങ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ഷെയ്ഡിങ് എങ്ങനെ കൊടുക്കുക? നമ്മൾ ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ ആദ്യം ഒരു ലൈറ്റർ ഷെയ്ഡ് കൊടുക്കാം. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുക. ഉണ്ടോ? ഇത് നമ്മൾ വെരി ബേസിക് ഷെയ്ഡ് കൊടുത്തു. ഇനി ഞാൻ അതിനെ കുറച്ചും കൂടെ ഡാർക്കർ ആക്കുക. ഡാർക്കർ എവിടെയാക്കുന്നത്? ഈ താഴത്തെ ലോവർ ഏരിയയിൽ ഡാർക്കർ വരും, കാരണം ലോവർ ഏരിയ കഴിഞ്ഞ് നമുക്ക് ഷാഡോ ആണ് ഇപ്പുറത്ത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നല്ല ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഏരിയയിൽ കൊടുത്താൽ മതിയോ. പിന്നെ ഇവിടെ ഇതൊരു കോർണർ അല്ലേ, ഇവിടെ
ഈ ഒരു ബോക്സിൻ്റെ ഷാഡോയും കൂടി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കണം എപ്പോഴും. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അതിൻ്റെ ചുറ്റും സാധനങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ഡാർക്കറായിരിക്കും, അതായത് നോർമൽ ഷെയ്ഡിനെക്കാട്ടും കുറച്ചുകൂടെ ഡാർക്കറായിരിക്കും. അതില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ലൈറ്റായിട്ട് വിട്ടാലും കുഴപ്പമില്ല ഷെയ്ഡിങ്. കാരണം ഇനി ഗോയിങ് ഫോർവേഡ് യു ഷുഡ് ബി ഏബിൾ ടു തന്നെ എവിടെ ഡാർക്കർ ഷെയ്ഡ് കൊടുക്കണം ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു ഇതിനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഞാനത് ഇവിടെ നിന്നേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം ഇപ്പുറത്ത് ഈ ഒരു സ്ക്വയർ ഉള്ളതാണ്. ഞാൻ അതിനിങ്ങനെ പതുക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലേക്ക് കൊടുക്കുന്നവർ ഞാൻ എൻ്റെ പ്രഷർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റർ പ്രഷർ അവിടെ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇവിടെയാണ് ഫോക്കസ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഡാർക്കർ ഷെയ്ഡ് കൂടുതൽ തോന്നിക്കേണ്ടത്. ഇതായി നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സർക്കിളാണ്. ഈ സർക്കിൾ നമ്മൾ ഫുള്ളും കൊടുക്കുകയാണ്, കാരണം ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഈ സൈഡിലൊരു ഭാഗത്ത് മാത്രമാണ് ഷാഡോ വരുന്നത്. ഷാഡോ വരുന്നത് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് ഷാഡോ മാത്രമേ അവിടെ വരുള്ളൂ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം, കാരണം ഇതിൻ്റെ മുകളിലല്ലേ, സർഫേസിൻ്റെ മുകളിലല്ലേ ഇരിക്കുന്നത്. നമ്മളിവിടെ ലൈറ്ററാണ്, എന്നിട്ട് ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് താഴത്തോട്ട് കൂട്ടി വരികയാണ്. താഴെത്തുമ്പോൾ ഞാൻ നല്ല ഡാർക്കാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുക്കാൻ കാരണം നമ്മൾ ഇവിടെ ഒരു സാധനം വെക്കുമ്പോൾ ഇതിൻ്റെ ഷാഡോ ഇതിലേക്കും ഇതിൻ്റെ ഷാഡോ ഇതിലേക്കും വീഴും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലോവർ പാർട്ട് കുറച്ചും കൂടെ ഡാർക്കറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഒരു ഹാഫ് വേ വരെ ആ ഒരു ഡാർക്കർ ടോൺ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, മുകളിൽ ലൈറ്റർ ആസ് യൂഷ്വൽ ലൈറ്റർ തന്നെ. ഇനി നെക്സ്റ്റ് ഈ ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഭാഗം നല്ല ഫുൾ ഡാർക്കായിരിക്കും കേട്ടോ, കാരണം ഇതിൻ്റെ ഷാഡോ കംപ്ലീറ്റ്ലി ഇതിൽ വരുന്നതുകൊണ്ട് ഞാനിത് നല്ല ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിവിടെ അല്ലേ ഈ കോർണറിൽ ഇതിന് നല്ല ഷാഡോ അടിക്കും. ഇനി ഇവിടെയാണ് ലൈറ്റ്, ഇത് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ്, അപ്പോൾ ഇതിൽ ഒട്ടും ലൈറ്റ് അടിക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റ് ടുവേർഡ്സ് താഴേക്ക് പോകുമ്പോൾ ഡാർക്കറാക്കി വെക്കുക. ഇവിടെ ലൈറ്റ് കൊടുത്തു, മുകൾ ഭാഗത്ത് ആസ് യൂഷ്വൽ ലൈറ്റ് കൊടുത്തു. ഇനി ഞാൻ ഡാർക്കർ ടോണിലേക്ക് പോവാണ്, അതായത് 4B കൊണ്ട് തന്നെ ഉള്ള ഡാർക്കർ ടോൺ.
കണ്ടോ? അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കൂടുതൽ ഡാർക്കർ കൊടുക്കുന്നത്, എവിടെയെങ്കിലും ലൈറ്റ് കുറച്ച് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് ഭാഗം ലൈറ്ററായിരുന്നോട്ടെ. അപ്പോൾ കാരണം അവിടെ ആയിരിക്കും ആ ഒരു ലൈറ്റ് ടോൺ വരിക. കുറച്ച് ഭാഗം കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചേഞ്ചിങ് കണ്ടോ? ആ ഒരു ഷെയ്ഡിങ് നമുക്ക് ഇവിടെ ലൈറ്റും ഡാർക്ക് എന്നുള്ളത് അറിയണം. ഇവിടെ പിന്നെ ഇനി നെക്സ്റ്റ് ഇതിൽ കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഈ എഡ്ജാണ്. എഡ്ജിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ കുറച്ചധികം ഡാർക്കർ ആക്കണം, കാരണം നമുക്ക് താഴെ ഷാഡോ വരും. എൻഡ് പോയിൻ്റ് അല്ലേ. പിന്നെ അതുപോലെ ഈ ഒരു കോർണേഴ്സിൽ ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ സൈഡാണ്. ഈ സൈഡിൽ ഒട്ടും ലൈറ്റ് കിട്ടില്ല, അപ്പോൾ അത് കംപ്ലീറ്റ്ലി നല്ല ഡാർക്ക് ഷെയ്ഡിങ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കൊടുക്കും? ആസ് യൂഷ്വൽ നമ്മൾ നല്ല പ്രഷറിൽ തന്നെ പ്രഷറിൻ്റെ കൺസിസ്റ്റൻസി സെയിം ആയി മെയിൻറ്റെയിൻ ചെയ്യാം, എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഷെയ്ഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചെയ്തത്. ഇനി അതിനെ ഒന്ന് ഞാൻ സ്മഡ്ജ് ചെയ്തെടുക്കണം. സ്മഡ്ജ് ചെയ്തെടുക്കുന്ന സെൻസ് എല്ലാം ഒരു ഡയറക്ഷനിലേക്ക്, വൺ ഡയറക്ഷനിലേക്ക് ആക്കാൻ മതി. ഇത് ഞാൻ കാണിക്കാൻ കാരണം നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന ടൈമിൽ കുറച്ച് സിക്സ് ആക്കി ഇങ്ങനെ കുറേ പെയിൻറ്റ് ചെയ്തു, പിന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിന് സർഫേസ് ഒന്നാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഇപ്പോൾ ഞാൻ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ചൂസ് ചെയ്തിട്ട് ത്രൂ ഔട്ട് അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ, ഞാൻ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നില്ല, ഒരു ലിമിറ്റ് വരെ നന്നായി അത് സ്മഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ പേപ്പറോ നമ്മുടെ ഒരു ക്ലോത്തോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് റബ് ചെയ്ത് കൊടുത്താലും അതിൻ്റെ ടെക്സ്ചർ സെയിമായി കിട്ടും. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഞാൻ കുറച്ചും കൂടെ ഡാർക്കൻ ചെയ്യാണ്. ശരിക്കും പെൻസിൽ ഷെയ്ഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെൻസിൽ 4B ആണ്. കാരണം 4B കൊണ്ട് നമുക്ക് ലൈറ്ററും ചെയ്യാൻ പറ്റും, ഡാർക്കറും ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അവിടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു പാർട്ടാണ്. ഈ ഒരു പാർട്ടിലും നമ്മളൊരു സെമി ഇതിൽ വരുന്ന ഷെയ്ഡേ കൊടുക്കുന്നുള്ളൂ. കാരണം കുറച്ച് ലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. പിന്നെ ഈ ഒരു സർക്കിൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഷാഡോ കൂടുതൽ ഇതിനകത്താണ് വരിക. അപ്പം അവിടെ കോർണേഴ്സ് മാത്രം ഞാൻ നന്നായി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ട് ഇന്നർ ലൈറ്ററായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇതിപ്പോൾ 4B ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ ഞാൻ ഷാഡോ കൊടുക്കാനായിട്ട് നമ്മുടെ HB എടുക്കുക. HB എങ്ങനെയാണ് വരിക? അപ്പോൾ ഇതിൻ്റെ ഷാഡോ ആണ് ഫസ്റ്റ് വരേണ്ടത്. ഈ ഒരു ഇവിടെ വളരെ ലൈറ്റായിട്ട് ഈ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ ഇത്രയും കൊടുത്താൽ മതി. വളരെ ലൈറ്റ് ഷാഡോ കൊടുത്താൽ മതി. അവിടെ ഷാഡോ ഉണ്ടെന്നും അറിയുന്നില്ല, ഇല്ല എന്നും അറിയുന്നില്ല. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെയും നമ്മൾ കൊടുക്കണം. ഇവിടെ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ലെയർ മൊത്തം വരും ഷാഡോ ലൈറ്റായിട്ട്. അപ്പോൾ ആ ലൈറ്റ് തിരിച്ചറിയണമെങ്കിൽ നമ്മളിവിടെ ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ താഴെ വരുന്ന ഷാഡോ ആണെന്ന് നമുക്കറിയുള്ളൂ. കൊടുത്തു. എന്നിട്ട് ഇവിടെ ലൈറ്റായിട്ടൊരു ലെയർ ഷാഡോ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ.
അത്രയും മതി ഇതിനുള്ള ഷാഡോസ്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് വൈറ്റായിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. അതിന് ഒന്ന് വേണമെങ്കിൽ ഒന്ന് HP വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ഷെയ്ഡുള്ള പോലൊരു ഫീല് നമുക്ക് വരും. ഇതാണ് ഇന്നത്തെ വളരെ സിമ്പിൾ. ഇത് സിംഗിൾ കളറാകുമ്പോൾ സിംഗിൾ പെൻസിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഏത് കളർ യൂസ് ചെയ്യണം, ഏത് പെൻസിൽ യൂസ് ചെയ്യണം, ഏത് പെൻസിൽ യൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരില്ല. പിന്നെ ഇൻ ജനറൽ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളൊരു ഷെയ്ഡിങ് തുടങ്ങുകയാണെങ്കിൽ ലൈറ്ററിന് HB യൂസ് ചെയ്തിട്ട് ഏറ്റവും ഡാർക്ക് പോകുന്നത് 10B ഒക്കെ വളരെ റെയർ കേസസിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി. മാക്സിമം ഇങ്ങനത്തെ ഷെയ്ഡിങ്ങും ഒബ്ജക്റ്റ് ഷെയ്ഡിങ് വരുമ്പോൾ 8B നല്ല ഡാർക്കർ ടോണൊക്കെ വരണമെങ്കിലാണ് നമ്മൾ 10B യൂസ് ചെയ്യുള്ളൂ. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു പെൻസിൽ ഷെയ്ഡിങ്ങുമായിട്ട് വീൽ കം ഓൺ ഡേ ആഫ്റ്റർ ടുമോറോ. താങ്ക് യു.